എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അജയെ കാണാനായി പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്ന ഭൂമിയാണ് നമ്മൾ കാണുന്നത്. അജയുമായി സൗമ്യമായി സംസാരിച്ചുകൊണ്ടിരിക്കെ ഭൂമി തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ സംസാരിക്കുന്ന സാറിനെ കാണാൻ ഒരു ചേരുമില്ല. കാണുമ്പോൾ തന്നെ കടിച്ചു കയറാനുള്ള ദേഷ്യത്തിൽ സംസാരിക്കുന്ന സാറിനെ കാണാനേ ആകെ ഭംഗിയുള്ളൂ എന്ന് ഭൂമി പറയുന്നു. ഇത്രയും പറഞ്ഞ ശേഷം അജയ്ക്ക് നേരെ ചായ നീട്ടുന്ന ഭൂമിയോട് ഒരു കാരണവും കൂടാതെ പെട്ടെന്ന് തന്നെ അജയ് തട്ടിക്കയറുന്നു. പെട്ടെന്നുള്ള അജയുടെ ഈ പെരുമാറ്റത്തിൽ ഭൂമിയാകട്ടെ പേടിച്ചു പോകുന്നുമുണ്ട്. അതിനുശേഷം അജയ് ചിരിച്ചുകൊണ്ട് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ മതിയോ? നീയല്ലേ പറഞ്ഞത് ദേഷ്യപ്പെടുന്ന എന്നെ കാണാനാ ഭംഗിയെന്ന്. ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് തന്നെ മുമ്പിൽ നടക്കുന്നത് എന്താണെന്നറിയാതെ ആൽഫ്രഡും അവരുടെ കൂടെ തന്നെയുണ്ട്. അജയ് ഇപ്പോൾ ആൽഫ്രഡിനോട് ഭൂമിയെപ്പറ്റിയാണ് പറയുന്നത്. എന്നാലും ആൽഫ്രഡ്, എന്തായിരിക്കും എൻ്റെ വീട്ടുകാർക്ക് എന്നെപ്പറ്റി മനസ്സിലാവാത്തത്? എൻ്റെ മനസ്സിലാകെ നിൻ്റെ പെങ്ങൾ നയന മാത്രമല്ലേ ഉള്ളൂ. തിരിച്ചു വരുമെന്നുള്ള ഉറപ്പിൽ തന്നെയല്ലേ അവളെ നമ്മളന്ന് യാത്രയാക്കിയതെന്നാണ് അജയ് ചോദിക്കുന്നത്. മറുപടി, ആൽഫ്രഡ്, ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാറില്ല. അതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുന്ന ആകെ വട്ടുപിടിക്കും. അഞ്ജനിയുമായുള്ള വിവാഹം നടക്കില്ല എന്നുള്ള കാര്യം നീ വേണം എൻ്റെ വീട്ടിൽ പറഞ്ഞ് അവതരിപ്പിക്കാനാണ് അജയ് പറയുന്നത്. ഇത് കേൾക്കുന്ന ആൽഫ്രഡ്, അക്കാര്യം വീട്ടിൽ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് ചില പരിമിതികളൊക്കെ ഉണ്ട്. ഈ ഒരു കാര്യം ചെയ്യ്, അഞ്ജനയോട് തന്നെ കാര്യം പറ. അവൾ വഴിയാകുമ്പോൾ പ്രശ്നമില്ലല്ലോ, അവൾ ഒഴിഞ്ഞാലും പോരെ വിവാഹത്തിൽ നിന്ന്. ഇത് കേട്ടപാടെ അജയ് ഫോൺ എടുത്ത് അഞ്ജനയെ വിളിക്കുന്നുണ്ട്. തനിക്കൊന്ന് പേഴ്സണലായി കണ്ട് സംസാരിക്കണമെന്നാണ് അജയുടെ ആവശ്യം. മറുപടിയായി അഞ്ജന, എനിക്ക് എന്ത് സന്തോഷമായെന്നറിയോ നീ ഒന്ന് വിളിച്ചത് തന്നെ. എന്തായാലും എവിടെ വെച്ച് സംസാരിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ച ലൊക്കേഷൻ നിനക്ക് അയക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഈ സമയം അച്ഛൻ്റെ ചികിത്സയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ശരിയാവാനെ ഭൂമി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഭൂമി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കെ തന്നെ അവിടേക്ക് ഒരു സിസ്റ്റർ വരുന്നു. അത് മറ്റാരുമല്ലായിരുന്നു, പണ്ട് ഭൂമിയെ സ്കൂളിൽ പഠിപ്പിച്ച സിസ്റ്ററായിരുന്നു. ഭൂമി, എന്തായി നീ? ഡോക്ടറോ അതോ IPSോ? ഇതിനുള്ള മറുപടി എന്നോണം ഭൂമി, എല്ലാവരും പഠിച്ച് ഡോക്ടറും കളക്ടറും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ചായ കുടിക്കാൻ എന്തോ ചെയ്യും. ഇതൊക്കെ ഇരിക്കട്ടെ, എനിക്ക് മറ്റൊരു അത്യാവശ്യ കാര്യമുണ്ടെന്നാണ് ഭൂമി ഇപ്പോൾ സിസ്റ്ററിനോട് പറയുന്നത്. ഇവിടെ അടുത്തുള്ള അൽഫോൺസ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇല്ലേ, അവിടേക്ക് ഒരു ആപ്ലിക്കേഷൻ വേണമായിരുന്നു എന്നാണ് സിസ്റ്ററിനോട് ആവശ്യപ്പെടുന്നത്. എന്തായാലും മോൾ എൻ്റെ കൂടെ വാ, എൻ്റെ മുറിയിൽ പോയി ആപ്ലിക്കേഷനൊക്കെ ഫില്ല് ചെയ്യാമെന്നും പറഞ്ഞ് ആ സിസ്റ്റർ ഭൂമിയെ കൂട്ടി അകത്തേക്ക് പോകുന്നു. അതേസമയം മറ്റൊരിടത്ത് ഭവാനിയും കമലും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലേക്ക് വരണ്ട എന്ന് ഞാൻ പറഞ്ഞത് അവിടെ എല്ലാവരും ഉള്ളതുകൊണ്ടാണ്. കാരണം കമൽ കൊട്ടേഷൻ്റെ ആളാന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമല്ലേ. എന്തായി അന്വേഷണം? ഇനിയും താമസിപ്പിക്കാൻ കഴിയില്ലെന്നാണ് ഭവാനി പറയുന്നത്. അവളുടെ നിശ്ചയം ഏകദേശം ഫിക്സ് ആയിട്ടുണ്ട്. താമസ സ്ഥലമൊക്കെ ഞാൻ കണ്ടുപിടിച്ചെന്ന് കമൽ പറയുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് അച്ഛനെ മകളെ ഞാൻ ഒരുമിച്ച് കണ്ടതാ. അവിടെ വെച്ച് അച്യുതനെ തീർക്കാൻ നിന്നപ്പോഴാണ് മകൾ ഇടയ്ക്ക് കയറി വന്നത്. ഇത് കേൾക്കുന്ന ഭവാനി, എന്ത് മണ്ടത്തരവാ തനി പറയുന്നേ? അച്യുതനെ കൊല്ലാനായിട്ട് ഞാൻ എപ്പോഴാണ് തന്നോട് പറഞ്ഞത്? അച്യുതൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് അഭിരാമിയാണെങ്കിൽ അവരെ രണ്ടുപേരെയും കൊല്ലാനല്ലേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത്. അക്കാര്യം എന്തായാലും ഞാൻ അന്വേഷിച്ച് കണ്ടെത്താമെന്നാണ് കമൽ ഉറപ്പ് കൊടുക്കുന്നത്. പണ്ട് അച്യുതൻ്റെ കയ്യിൽ കൊല്ലാനായിട്ട് അഭിരാമിയെ കൊടുക്കുമ്പോൾ അവിടെ ഒരു മാല ഇട്ടിട്ടുണ്ടായിരുന്നു, സൗഭാഗ്യപുരത്തിൻ്റെ അടയാളമായിട്ടുള്ള മാല. പക്ഷെ ഇപ്പോഴത്തെ അവൾ ഇടണമെന്നൊന്നും നിർബന്ധമില്ല. അതുകൂടാതെ മറ്റൊരടയാളം എന്താണെന്ന് വെച്ചാൽ അവളുടെ ഇടത്തെ തോളിൻ്റെ പിൻവശത്തായിട്ട് ഒരു മറുകുണ്ട്. അതുകൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് അഭിരാമി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരെയും കൊന്നേക്കണം. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്ന ശേഷം കമാലിൻ്റെ അടുത്തുനിന്ന് ഭവാനി പോകുന്നു. ഈ സമയം ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് അജയിനെ കാത്ത് അഞ്ജന നിൽക്കുകയാണ്. അജയ് അല്പം വൈകാതെ തന്നെ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തേക്ക് കയറി എവിടെ ഇരിക്കണമെന്ന് നോക്കുന്ന അജയോടെ അഞ്ജന, പേടിക്കണ്ട, ഇവിടുത്തെ എല്ലാ ടേബിളും ഞാൻ തന്നെ ബുക്ക് ചെയ്തിരിക്കുക, ഇങ്ങോട്ടേക്ക് ഇനി ആരും വരത്തില്ല. അതിനുശേഷം അഞ്ജന അജയോടെ പറയുന്നുണ്ട്, എന്നെ സ്വകാര്യമായി കാണണമെന്ന് നീ എന്തിനാ പറഞ്ഞത്? എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞോളാനായിട്ട് ആവശ്യപ്പെടുന്നു. നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? അത് പറഞ്ഞോളാൻ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ട് അജയുടെ കയ്യിൽ അഞ്ജന പിടിക്കുന്നു. ഇത് തീരെ അജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. പെട്ടെന്ന് തന്നെ അജയ് കൈ തട്ടി മാറ്റുന്നു. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നിരിക്കുന്നതെന്നാണ് അജയ് പറയുന്നത്. സംസാരിക്കാൻ തുടങ്ങാൻ തന്നെ അത് തടഞ്ഞുകൊണ്ട് അഞ്ജന പറയുന്നുണ്ട്, ഒന്നും പറയണ്ട, ഞാൻ ഗസ് ചെയ്തോളാം. വിവാഹത്തിന് ഞാൻ ഏതു തരം ഡ്രസ്സ് ഇടണം എന്ന് അജയ് ഡിസൈഡ് ചെയ്യും. ഇതല്ലേ പറയാൻ പോകുന്നത്? എന്നാൽ അതൊന്നും അല്ലെന്നാണ് അജയ് പറയുന്നത്. അതിനുശേഷം അജയ് ആ കാര്യം അഞ്ജനയോടെ പറയുന്നു. നീ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമല്ലെന്ന്. ഇത് കേട്ടപാടെ ആകെ ഞെട്ടിയിരിക്കുകയാണ് അഞ്ജന. എന്താ നീ ഇപ്പൊ പറഞ്ഞതെന്ന് അഞ്ജന എടുത്തു ചോദിക്കുമ്പോൾ, ഞാൻ സത്യമാ പറഞ്ഞത്, എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ലെന്നാണ് അജയ് പറയുന്നത്. ചിരിച്ചുകൊണ്ട് അഞ്ജന ചോദിക്കുന്നുണ്ട്, നീ എന്താ ജോക്ക് പറയുവാണോ? അജയ്, അങ്ങനെയല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നതെന്ന് അഞ്ജനയോട് പറയുന്നു. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് എന്താ കാരണമെന്നാണ് അഞ്ജന ചോദിക്കുന്നത്. മറുപടിയായി അജയ്, എൻ്റെ മനസ്സിൽ വേറൊരു പെൺകുട്ടിയുണ്ട്, അവള് എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് ഞാൻ സമ്മതിക്കുന്നില്ലെന്ന് അജയ് അഞ്ജനയോട്. ഇതെല്ലാം കേട്ടിട്ട് ദേഷ്യത്തോടെ അഞ്ജന ചോദിക്കുന്നുണ്ട്, ആരാ ആള്? ആ ഭൂമിയല്ലേ? മറുപടിയായി അജയ്, വാട്ട് നോൺസെൻസ് ആർ യു ടോക്കിംഗ്? എൻ്റെ നയനെ നിനക്കറിയാമെന്ന് അജയ് പറയുന്നു. ഇത് കേട്ടപാടെ അഞ്ജനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ കഥയല്ലേ എന്നാണ് അഞ്ജന അജയോടായി ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ടില്ലെന്നാണ് അജയുടെ മറുപടി.
കൂടാതെ എനിക്ക് നിൻ്റെ അടുത്തുനിന്നൊരു ഹെൽപ്പ് വേണം. എന്താണെന്ന് അഞ്ജന ചോദിക്കുമ്പോൾ, ഈ വിവാഹത്തിന് നിനക്ക് സമ്മതമില്ലെന്ന് നീ തന്നെ മുത്തശ്ശിയോട് പറയണം. നീ എന്തായാലും ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാൻ പറഞ്ഞിട്ട് അജയ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ അജയ് ബൈക്ക് സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങവേ തന്നെ ഓടി അടുത്തേക്ക് വന്ന അഞ്ജന, ഞാൻ എന്തായാലും മുത്തശ്ശിയോട് പറയാം, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ലെന്ന്. ഒന്നുമില്ലെങ്കിലും നമ്മൾ രണ്ടാളും ഒരു വീട്ടിൽ ജനിച്ചു വളർന്നവരല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. കേട്ടപാടെ അഞ്ജനയോട് നന്ദി പറഞ്ഞിട്ട് അജയ് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം മറ്റൊരിടത്ത് സ്കൂട്ടിയിൽ പോരുന്ന ഭൂമിയെ ഒരു ജീപ്പ് വന്ന് തടഞ്ഞു നിർത്തുന്നു. ആ ജീപ്പിൽ നിന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്തെന്നോണം കമാൽ ഇറങ്ങുന്നു. കമാലിനെ ആദ്യമായി കണ്ട മാത്രയിൽ ആരെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അയാൾ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് കത്തിയെടുക്കുന്നത് ഭൂമിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഭൂമിയാകട്ടെ പെട്ടെന്ന് സ്കൂട്ടി താഴെയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഭൂമിയെ എങ്ങനെയെങ്കിലും പിടിക്കണമെന്നുള്ള ലക്ഷ്യത്തിൽ കമാല് കത്തി വീശി ഭൂമിയുടെ മുതുകത്തായി എറിയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.